അരിസോണയിലെ സെഡോണയിലുള്ള ഹോളി ക്രോസ് ചാപ്പലിനുള്ളിൽ നിൽക്കുകയാണ് ഞാൻ. ചുവന്ന പാറക്കെട്ടുകളുടെയും ചുവന്ന മണ്ണിന്റെയും നാടായ സെഡോണ. അവിടുത്തെ ലാൻഡ്മാർക്കാണ് 1956 നിർമ്മിതമായ ഈ ദേവാലയം. പ്രകൃതിയുമായി ഏറെ ലയിച്ചു നിൽക്കുന്ന ഹോളി ക്രോസ് ചാപ്പലിന്റെ ചരിത്രമോർത്ത് കുറെ നേരം ഞാനിവിടെ ചെലവഴിച്ചു. മാർഗരീത്ത എന്ന സെഡോണക്കാരിയുടെ ദൃഢനിശ്ചയത്തിന്റെ ഫലമായി രൂപം കൊണ്ട ചാപ്പൽ. ലാളിത്യവും വ്യത്യസ്തമായ രൂപവും തന്നെയാണ് മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നും ഹോളി ക്രോസ് ചാപ്പലിനെ വ്യത്യസ്തമാക്കുന്നത്. ചാപ്പലിൽ നിന്നും പുറത്തിറങ്ങി അവിടേക്കുള്ള വഴിയുടെ ഇരുവശത്തും മതിൽ പണിതിരിക്കുന്നത് ആളുകൾക്കിരിക്കാവുന്ന നീളനൊരു ബെഞ്ച് പോലെയാണ്. മൊത്തത്തിലുള്ള നിർമ്മിതി തന്നെ പ്രകൃതിയുമായി ഒത്തുപോകുന്ന തരത്തിലുമാണ്. അധിക സമയം ഇവിടെ ചെലവഴിക്കാനില്ലാത്തതിനാൽ മലയിറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. താഴ്വാരത്തെ മരച്ചാർത്തുകൾക്കിടയിലെല്ലാം വീടുകൾ, സമ്പന്ന ഗേഹങ്ങൾ തന്നെയാണ്. പ്രശസ്തരും അപ്രശസ്തരുമായ ധാരാളം സമ്പന്നർ ഇവിടെ വീട് വയ്ക്കുന്നുണ്ട്. സുഖകരമായ കാലാവസ്ഥയും രസകരമായ ഭൂപ്രകൃതിയുമെല്ലാമാണ് അവരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. താഴ്വാരം മുതൽ മലമുകളിലെ ചാപ്പലിന്റെ മുറ്റം വരെ ഇങ്ങനെയൊരു റാമ്പ് പണിതുവച്ചിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ സെഡോണയുടെ ഭൂപ്രകൃതി പൂർണ്ണമായും കണ്ടറിയാം. പല പാതകളിലൂടെയും യാത്ര ചെയ്തപ്പോൾ സെഡോണയുടെ ഭൂമിയെയും റോക്ക് ഫോർമേഷനുകളെയും ഒന്നും ഒരുമിച്ചിങ്ങനെ കാണാനായിരുന്നില്ല. കോർട്ട് ഹൗസ് റോക്കും ബെൽ റോക്കുമെല്ലാമാണ് അങ്ങകലെ കാണുന്നത്. താഴ്വാരത്ത് പാതയോട് ചേർന്ന് ടൂറിസ്റ്റുകളെത്തിയ കാറുകൾ. കാഠിന്യമേറിയ പാറ തന്നെയാണത്. ധാരാളം ഹോളിവുഡ് സിനിമകളിൽ ഈ പശ്ചാത്തലം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. സെഡോണയുടെ പ്രകൃതി ഭംഗി പകർത്താൻ ഹോളിവുഡിൽ നിന്നും സിനിമാക്കാർ കൂട്ടമായി എത്താൻ തുടങ്ങിയതോടെയാണ് ലിറ്റിൽ ഹോളിവുഡ് എന്ന പേരു തന്നെ ഈ പ്രദേശത്തിന് ലഭിച്ചത്. മല നടന്നു കയറാൻ പറ്റാത്തവർക്ക് ചാപ്പലിനരികിലേക്കെത്താൻ ഇത്തരം ക്ലബ് കാറുകളുടെ സേവനം ഉപയോഗപ്പെടുത്താം. ഇവിടെ നിന്നും ഞങ്ങൾക്ക് യാത്ര തുടരേണ്ട നേരമായി. കോട്ട കെട്ടിയതുപോലെ ചുവന്ന പാറയുടെ വലിയ മലകൾ. ഇനിയും ദീർഘമായൊരു യാത്ര തന്നെയുണ്ട്. ആ ഡ്രൈവിംഗിന് തയ്യാറായി സിറിയക് കാറിലേക്ക് കയറി. ഞങ്ങൾ മലയിറക്കം തുടരുകയാണ്. കാർ എത്ര നേരം ഓടിക്കുന്നതിലും മടുപ്പില്ലാത്തയാളാണ് ആലഞ്ചേരി. ഇനി സെഡോണ പട്ടണത്തിലേക്ക് പോകാനാണ് തീരുമാനം. ഇവിടെ വന്നിട്ട് ഏറെ നേരമായെങ്കിലും ഇതുവരെ സെഡോണ പട്ടണത്തിന്റെ കാഴ്ചകളിലേക്ക് പോയിരുന്നില്ല. അധികം കാഴ്ചകളൊന്നുമുള്ള പട്ടണമല്ല സെഡോണ. ഒരു ഷോപ്പിംഗ് ഏരിയയാണത്. മുന്നിൽ ഇത്ര നേരം ഞങ്ങൾ നിന്നിരുന്ന ഹോളി ക്രോസ് ചാപ്പൽ. അതിന്റെ ഉള്ളിലെ കാഴ്ചയല്ല കൗതുകമുണർത്തുന്നത്. പുറത്തുനിന്നിങ്ങനെ കാണുമ്പോൾ ചുവപ്പുമലയുടെ പശ്ചാത്തലത്തിൽ ആ നിർമ്മിതിയുടെ വിശേഷപ്പെട്ട രൂപവും ലാളിത്യവും ഏറെ ശ്രദ്ധേയമാവുന്നു. കെട്ടിട നിർമ്മാണവും ഡിസൈനിങ്ങും പഠിക്കുന്നവർ തീർച്ചയായും വിശകലനത്തിന് വിധേയമാക്കേണ്ട ഒരു സംഗതി തന്നെയാണത്. പശ്ചാത്തലത്തോട് ഇണങ്ങും വിധം നിർമ്മിക്കുമ്പോഴാണല്ലോ ഏതൊരു മന്ദിരവും ഉദാത്തമായൊരു സൃഷ്ടിയാവുന്നത്. ലാൻഡ്മാർക്കുകൾ എങ്ങനെയായിരിക്കണമെന്നാണ് ഇതുവഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ഒരു പ്രദേശം സന്ദർശിച്ച് മടങ്ങിയ ശേഷം എത്ര വർഷം കഴിഞ്ഞാലും ആ പ്രദേശത്തെപ്പറ്റി ഓർക്കുന്ന വേളയിൽ ഒരു നിർമ്മിതി മനസ്സിലേക്കെത്തുന്നു എന്ന് കരുതുക. അതുതന്നെയാണ് ആ പ്രദേശത്തിന്റെ ലാൻഡ്മാർക്ക്. കൊച്ചിയിലൊന്നും അങ്ങനെ ഒരു നിർമ്മിതി ഇല്ലെന്നു തന്നെ പറയാം. തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരമോ സെക്രട്ടേറിയറ്റ് മന്ദിരമോ ചിലപ്പോൾ മനസ്സിൽ തങ്ങി നിന്നേക്കാം. അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ നിർമ്മിതികളൊന്നും തന്നെ ഒരു സഞ്ചാരിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതല്ല. പക്ഷേ അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം സ്ഥിതി വ്യത്യസ്തമാണ്. നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലേതുപോലെ കമ്പിയും സിമന്റുമായിരിക്കും. ഒരു കെട്ടിടത്തിനു വേണ്ടി നാം ചെലവാക്കുന്നതിന് തുല്യമായ തുക തന്നെയാവും അവരും ചെലവാക്കുന്നത്. എന്നാൽ നിർമ്മിതിയുടെ രൂപഘടനയിൽ ഒരു മാറ്റം വരുത്തുന്നതോടെ നൂറ്റാണ്ടുകളോളം തന്നെയോ കാഴ്ചക്കാരെ ആകർഷിക്കുന്നതാകുന്നു.
ആർക്കിടെക്ചറിന്റെ അത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ നാട്ടിലും വരേണ്ട സമയമായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ കാറിലിരിക്കുന്നത്. ആർക്കും തോന്നും വിധം ഇവിടെ വീടോ മറ്റു കെട്ടിടങ്ങളോ ഉണ്ടാക്കാനാവില്ല. 1997 സെഡോണ സിറ്റി കൗൺസിൽ അംഗീകരിച്ച ഹിസ്റ്റോറിക് പ്രിസർവേഷൻ ഓർഡിനൻസ് അനുസരിച്ച് മാത്രമാണ് പട്ടണത്തിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സെഡോണയുടെ സവിശേഷമായ പ്രകൃതിക്കും ചരിത്രപരമായ പ്രാധാന്യത്തിനും ഇണങ്ങും വിധത്തിലുള്ള ലാളിത്യമാർന്ന കെട്ടിടങ്ങൾക്ക് ഇവിടെ അനുമതി ലഭിക്കുകയുള്ളൂ. സെഡോണയിലെ 23 കെട്ടിടങ്ങൾ ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കായി പ്രഖ്യാപിച്ച് പ്രത്യേകം സംരക്ഷിച്ചു വരുന്നുമുണ്ട്. അരിസോണ സ്റ്റേറ്റിൽ റിയൽ എസ്റ്റേറ്റ് മൂല്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശങ്ങളിലൊന്നാണ് സെഡോണ. സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് ഏതാനും വർഷം മുൻപ് യുഎസിലെ മിക്ക നഗരങ്ങളിലും റിയൽ എസ്റ്റേറ്റ് വിപണി പ്രതിസന്ധിയിലായെങ്കിലും സെഡോണയിൽ അത്തരമൊരു തകർച്ച അനുഭവപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അരിസോണ സ്റ്റേറ്റിൽ റിയൽ എസ്റ്റേറ്റ് മൂല്യം ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ പട്ടണമാണ് സെഡോണ. അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ അധികമില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. സിംഗിൾ ബെഡ്റൂം, ഡബിൾ ബെഡ്റൂം വില്ലകളാണ് കൂടുതലും. അമ്പരച്ചുംബികളില്ലാത്ത നഗരവുമാണ് സെഡോണ. 2 നിലയിൽ കൂടുതലുള്ള കെട്ടിടങ്ങൾ ഇവിടെ കാണുന്നതേയില്ല. ചില കെട്ടിടങ്ങൾ പശ്ചാത്തലത്തിലുള്ള ചുവന്ന കുന്നുമായി ലയിച്ചു ചേർന്നിരിക്കുകയാണെന്ന് തോന്നും. ചുവന്ന കല്ലും മരവും മാത്രമാണ് നിർമ്മാണ വസ്തുക്കൾ. പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകൾക്ക് പോലുമുണ്ട് ഒരു ഏകരൂപം. സെഡാസ് റിസോർട്ടിനരികിലൂടെ ഒരിക്കൽ കൂടി കടന്നുപോകുന്നു. സെഡോണയിൽ ഞങ്ങൾ താമസിച്ച റിസോർട്ട്. മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് അതിൻ്റെ രൂപവും നിറവുമെല്ലാം ശരിക്കൊന്ന് ആസ്വദിക്കാൻ കഴിയുന്നത്. സെഡാർസ് കടന്നു നീങ്ങുമ്പോൾ ഇവിടെ ഒരു ഫുട്പാത്തുണ്ട്. അതിൻ്റെ വശങ്ങളിൽ അങ്ങിങ്ങായി സെലിബ്രിറ്റികളുടെ പേരെഴുതി വച്ചിരിക്കുന്നു. അങ്ങ് താഴ്വാരത്തുള്ള സെലിബ്രിറ്റി വീടുകളെക്കുറിച്ചുള്ള സൂചനകളാണത്. സെഡോണ ടൗണിലേക്ക് അടുക്കുമ്പോഴാണ് ഈ ഫുട്പാത്തും അതിൻ്റെ കൈവരിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന സെലിബ്രിറ്റി വിവരങ്ങളടങ്ങിയ ബോർഡുകളുമുള്ളത്. താഴ്വാരത്തെ മരച്ചാർത്തുകൾക്കിടയിലെല്ലാം വീടുകൾ. പിങ്ക് ജീപ്പ് ടൂർ കമ്പനിയുടെ ഓഫീസാണിത്. പിന്നിൽ പിങ്ക് ജീപ്പുകൾ നിരന്നു കിടപ്പുണ്ട്. ചുവന്ന പാറക്കെട്ടുകളിലൂടെ തെല്ലൊരു സാഹസികമായ യാത്രയ്ക്ക് അവസരമൊരുക്കുന്നവരാണ് പിങ്ക് ടൂർ കമ്പനി. പാറകളിൽ അള്ളിപ്പിടിച്ചു നീങ്ങുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് പിങ്ക് ജീപ്പുകൾ. ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ച പല റോക്ക് ഫോർമേഷനുകളിലേക്കും പിങ്ക് ജീപ്പ് ടൂറുകളുണ്ട്. പട്ടണത്തിലൊരിടത്ത് കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. അല്പം ഭക്ഷണം കഴിക്കണം. ഇതാണ് പിങ്ക് ജീപ്പ് ടൂറിന്റെ വാഹനം. മരവും കല്ലും കൊണ്ട് സെഡോണയുടെ പ്രകൃതിയോട് ഇണങ്ങും വിധം നിർമ്മിച്ച കെട്ടിടങ്ങൾ. ഒരു ടൂറിസ്റ്റ് സെന്റർ തന്നെയാണിതെന്ന് പറയാം. സുവനീർ കടകളും റെസ്റ്റോറന്റുകളും എല്ലാം ഉണ്ട്. ലാലുവിനും ആലഞ്ചേരിക്കും ചില സുവനീറുകൾ വാങ്ങണം. അതിനുവേണ്ടി കൂടിയാണ് ഈ നടത്തം. സെഡോണ പട്ടണത്തിന്റെ ഡൗൺ ടൗൺ ഏരിയയാണിത്. സാധാരണ അമേരിക്കൻ പട്ടണങ്ങളിലേതുപോലെ വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രമല്ല സെഡോണയുടെ ഡൗൺ ടൗൺ. ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്ന ധാരാളം കടകളുടെ ഒരു കേന്ദ്രമാണിത്. എനിക്ക് സുവനീറുകളൊന്നും വാങ്ങാനില്ല. ഈ ഷൂട്ട് ചെയ്യുന്ന ഓരോ ദൃശ്യവും തന്നെയാണ് എൻ്റെ സുവനീറുകൾ. ലോകത്തിന്റെ വിവിധ കോണുകളിലൂടെ സഞ്ചാരത്തിന്റെ 1000-ഓളം എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ നടന്നപ്പോഴും അവിടെ നിന്നൊന്നും ഒരു വസ്തുവും ഞാൻ സുവനീറായി വാങ്ങിയിട്ടില്ല. ആ രാജ്യത്തെ തന്നെ നാട്ടിലേക്ക് പകർത്തിക്കൊണ്ടു പോവുകയാണല്ലോ. സഞ്ചാരം എന്റെ യാത്രയിൽ ഞാൻ ശേഖരിച്ച സ്മരണിക തന്നെയാണ്. സിനാഗുവ പ്ലാസ എന്നൊരു കെട്ടിട കോംപ്ലക്സിലേക്കാണ് നടന്നെത്തിയിരിക്കുന്നത്. ഒരു ഷോപ്പിംഗ് സെന്ററാണിത്. പക്ഷേ അതിന്റെ പേരിന് പ്രത്യേകതയുണ്ട്. ഇവിടെ ജീവിച്ചിരുന്ന ഒരു റെഡ് ഇന്ത്യൻ ഗോത്രമായിരുന്നു സിനാഗുവ. മധ്യ അരിസോണയിൽ ലിറ്റിൽ കൊളറാഡോ നദിക്കും ഫീനിക്സിന് സമീപത്തുകൂടി ഒഴുകുന്ന സാൾട്ട് റിവറിനുമിടയിലുള്ള വിശാല പ്രദേശമായിരുന്നു സിനാഗുവകളുടെ വാസസ്ഥാനം.
AD 500-നും 1425-നുമിടയിലാണ് അവർ ഈ പ്രദേശത്ത് പാർത്തിരുന്നത്. മറ്റു ഗോത്രങ്ങളുമായുണ്ടായ ഏറ്റുമുട്ടലുകളിൽ സിനാഗ്വ ഗോത്രം ക്ഷയിച്ചു പോവുകയായിരുന്നു. സിനാഗ്വ പാരമ്പര്യത്തിന്റെ കണ്ണികൾ ഇപ്പോഴും അരിസോണയിലെ ജനവിഭാഗങ്ങളിലുണ്ട്. ടൂറിസമാണ് ഇപ്പോൾ സെഡോണ നഗരത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ക്യാമ്പിംഗ് ടൂർ, റെസ്റ്റോറന്റുകൾ, സുവനീർ കടകൾ തുടങ്ങി നിരവധിയായ രംഗങ്ങളിൽ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമെത്തുന്നു. ഒരു റെസ്റ്റോറന്റിൽ നിന്നും അല്പം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. പല വഴിക്ക് പോയ 3 പേരും അരമണിക്കൂറിനു ശേഷം കാർ പാർക്കിങ്ങിൽ ഒത്തുകൂടാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. മിക്ക കെട്ടിടങ്ങളും ഒരു നിലയുള്ളതാണ്. സെഡോണയുടെ ഭൂപ്രകൃതിക്ക് ചേരുന്ന കെട്ടിടങ്ങളാണ് ഇവിടെ കാണുന്നതെല്ലാം. ഭരണകൂടത്തിന്റെ കർശനമായ നിർദ്ദേശവും നിയന്ത്രണവും ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിയുമായി ഒത്തുപോകുന്ന നിറങ്ങളാണ് കെട്ടിടങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഓക്ക് ക്രീക്ക് കാനിയൻ എന്നറിയപ്പെടുന്ന ഒരു മലയിടുക്കിലൂടെയുള്ള യാത്രയാണ് ഇനി. നേരം ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏകദേശം 500 കിലോമീറ്ററോളം ഇനി യാത്ര ചെയ്യണം. ലാസ് വേഗാസ് എന്ന ഉല്ലാസ നഗരത്തിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ ഒരു ഹോട്ടലിൽ മുറി ഇന്നലെ കാറിലിരുന്ന് ഇന്റർനെറ്റിലൂടെ ബുക്ക് ചെയ്തിരുന്നു. ലാസ് വേഗാസിലേക്കുള്ള യാത്രക്കിടെ ആദ്യം ഫ്ലാഗ്സ്റ്റാഫ് എന്ന പട്ടണത്തിലെത്തണം. ഇവിടെ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ അകലെയാണ് ഫ്ലാഗ്സ്റ്റാഫ്. സെഡോണയിൽ നിന്നും ഫ്ലാഗ്സ്റ്റാഫിലേക്കുള്ള പാതയ്ക്ക് മോസ്റ്റ് സീനിക് ഡ്രൈവ് എന്നാണ് വിശേഷണം. ഓക്ക് ക്രീക്ക് എന്ന അരുവി ഞങ്ങളീ പോകുന്ന വഴിയുടെ വലതുഭാഗത്ത് മലകൾക്കിടയിലൂടെ ഒഴുകുന്നുണ്ട്. 40 മൈൽ സ്പീഡിൽ മാത്രമേ ഇതിലൂടെ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. താഴ്വാരത്ത് ധാരാളം ലോഡ്ജുകളും ഹോം സ്റ്റേകളുമെല്ലാമുണ്ട്. അമേരിക്കയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സുഖവാസത്തിനെത്തുന്ന ഒരു പ്രദേശമാണല്ലോ ഇത്. സെഡോണയിൽ തുടങ്ങി ഈ കടന്നുപോകുന്ന 12 മൈൽ ദൂരം ഓക്ക് ക്രീക്ക് കാനിയൻ റിക്രിയേഷൻ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. കാട്ടുതീ ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മലകളും വനങ്ങളും ഉൾപ്പെടുന്ന കൊക്കോനിനോ നാഷണൽ ഫോറസ്റ്റ്. അതേക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകാൻ ഒരു റേഡിയോ സ്റ്റേഷൻ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്റ്റേഷൻ ട്യൂൺ ചെയ്തു വെച്ചു വേണം ഇതുവഴി കാറുകൾ ഓടിക്കാൻ എന്നതാണ് പൊതുവെയുള്ള നിർദ്ദേശം. 2006 ജൂൺ മാസത്തിൽ ഇവിടെയുണ്ടായ ഒരു കാട്ടുതീ ലോകമാധ്യമങ്ങളിൽ തന്നെ വലിയ വാർത്തയായിരുന്നു. ഭീകരമായ തീ 10 ദിവസമാണ് കൊക്കോനിനോ വനത്തിൽ താണ്ഡവമാടിയത്. 4317 ഏക്കർ പ്രദേശത്തെ വനമാകെ കത്തിനശിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോറസ്റ്റ് സർവീസിന്റെ അഗ്നിശമന വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും കഠിന പ്രയത്നം ചെയ്താണ് തീയണച്ചത്. $64 ലക്ഷം അഗ്നിശമന പ്രവർത്തനങ്ങൾക്കായി അന്ന് ചെലവായതെന്നാണ് കൗതുകകരമായ മറ്റൊരു വിവരം. വഴിയരികിലൊരിടത്ത് ആലഞ്ചേരിയോട് പറഞ്ഞ് ഞാൻ കാർ നിർത്തിച്ചു. മലയിടുക്കിന് കുറുകെയുള്ള ഒരു പാലം കണ്ടിട്ട് നിർത്തിയതാണ്. മിഡ്ഗലി ബ്രിഡ്ജാണത്. അവിടെ നിന്നും യാത്ര തുടരുകയാണ്. ചിലയിടത്ത് ചെമ്പാറ മലയെ അരിഞ്ഞിറക്കിയാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ മിഡ്ഗലി പാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വിൽസൺ കാനിയൻ എന്ന മലയിടുക്കാണ് വലതുവശത്ത് കാണുന്നത്. പാലത്തിനടുത്ത് ഒരു പിക്നിക് ഏരിയയുണ്ട്. അവിടെ കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. പാലം കടന്ന് ഫ്ലാഗ്സ്റ്റാഫ് ലക്ഷ്യമാക്കി ഞങ്ങളുടെ കാർ നീങ്ങിക്കൊണ്ടിരുന്നു. കൊക്കോനിനോ നാഷണൽ ഫോറസ്റ്റിന്റെ ഭാഗമാണ് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ. പണ്ട് സാൻ ഫ്രാൻസിസ്കോ മൗണ്ടൻസ് നാഷണൽ ഫോറസ്റ്റ് റിസർവ് ആയിരുന്ന വനപ്രദേശമാണ് 1908 കൊക്കോനിനോ നാഷണൽ ഫോറസ്റ്റായി മാറിയത്. ഈ ഭാഗത്ത് താഴെ മലയിടുക്കിൽ ഗ്രാസ് ഹോപ്പർ പോയിന്റ് എന്നൊരു ഭാഗമുണ്ട്. ഒരു ക്യാമ്പിംഗ് സൈറ്റാണിത്. കാരവനിലും താൽക്കാലിക ടെന്റുകളിലും അവധി ദിനങ്ങൾ ചെലവഴിക്കാനായി ആളുകൾ എത്തുന്ന ഇടം.
ഈ മലയിടുക്കിലൂടെയും താഴ്വരകളിലൂടെയും ധാരാളം നടപ്പാതകളുണ്ട്. ദുർഘടമായ കാട്ടുപാതയിലൂടെ ദീർഘമായ കാൽനടയാത്രകൾ ഹരമാക്കിയവർ അതിനായി എത്തുന്ന ഒരിടമാണ് അലൻസ് ബെൻ ട്രെയിൽ. ചെറുസംഘങ്ങളായി കാട്ടുവഴിയിലൂടെ നടക്കുക, കാട്ടരുവിയുടെ ഓരങ്ങളിൽ വിശ്രമിക്കുക, അവിടെ വെച്ച് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുക. ഗർത്തങ്ങൾ ഇറങ്ങിക്കടന്നും മലകൾ കയറിയിറങ്ങിയുമുള്ള തെല്ലൊരധ്വാനവും സാഹസികതയുമുള്ള നടത്തം തന്നെയാണത്. മെൽറ്റിംഗ് പോയിന്റ് എന്ന വിശ്രമ കേന്ദ്രവും റെസ്റ്റോറൻറ്റുമാണ് വലതുവശത്ത്. ഓക്ക് ക്രീക്ക് ഒഴുകുന്നത് ഇവിടെ അടുത്തു കാണാം. മുന്നിൽ ചതുരപ്പെട്ടി പോലെ ഒരു വാഹനം നീങ്ങുന്നുണ്ട്. റിക്രിയേഷണൽ വാനാണ് അത്. ഒരു കുടുംബത്തിന് സുഖമായി താമസിക്കാം അതിനുള്ളിൽ. സ്ലൈഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പാതയോരത്തും റിക്രിയേഷണൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. മലകൾക്ക് ഓരോയിടത്തും ഓരോ നിറവും ഭാവവുമാണ്. ഒരു ഭാഗത്ത് നരച്ച നിറം, മറ്റൊരു ഭാഗത്തെത്തുമ്പോൾ ചുവന്ന പാറകൾ. സ്ലൈഡ് റോക്ക് എന്ന ഈ പ്രദേശത്ത് വെച്ച് ഓക്ക് ക്രീക്കിനെ ക്രോസ് ചെയ്യുകയാണ്. ഓക്ക് ക്രീക്കിന്റെ ഓരത്ത് 1985 നിലവിൽ വന്ന ഉദ്യാനമാണ് സ്ലൈഡ് റോക്ക് സ്റ്റേറ്റ് പാർക്ക്. 43 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഉദ്യാനമാണിത്. ധാരാളം ആളുകൾ ക്യാമ്പിങ്ങിനായി എത്തുന്ന ഒരു പ്രദേശം. സ്ലൈഡ് റോക്ക് സ്റ്റേറ്റ് പാർക്കിൽ എത്തുന്നതോടെ ഭൂപ്രകൃതിയിൽ ചെറിയ മാറ്റം ദൃശ്യമാകുന്നു. പൈൻ പോലുള്ള സാമാന്യം ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങളുള്ള പ്രദേശം. ഹാഫ് വേ പിക്നിക് ഏരിയ എന്ന പ്രദേശമാണ് ഇത്. അമേരിക്കയുടെ മരുഭൂമി സ്റ്റേറ്റായ അരിസോണയിലൂടെയല്ല ഈ യാത്രയെന്ന് തോന്നിപ്പോകുന്നു. യൂറോപ്പിൽ ആൽപ്സിന്റെ ചെരുവിലെ പാതകളിലൂടെയുള്ള യാത്ര പോലെയുണ്ട് ഇത്. ജൂണിപ്പൈൻ വൃക്ഷങ്ങൾ സമൃദ്ധമായി വളരുന്ന മലയോരം. ഇതുവരെ മരുഭൂസമാനമായ പ്രകൃതിയിലൂടെയാണ് യാത്ര ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ഒരു തണുപ്പു രാജ്യത്തിന്റെ കാലാവസ്ഥയിലേക്ക് പ്രകൃതിയാകെ മാറിയിരിക്കുകയാണ്. പാറക്കെട്ടുകളും മരങ്ങളും സസ്യജാലങ്ങളുമെല്ലാം പെട്ടെന്നാണ് മാറുന്നത്. ഇതാണ് ഈ യാത്രയിലെ അത്ഭുതം. ഫ്ലാഗ്സ്റ്റാഫ് എന്നൊരു സ്ഥലത്തേക്കെത്തുവോളം ഇനി അരിസോണ മരുഭൂമിയുടെ കാഴ്ചയേ ഉണ്ടാവില്ല. തണുപ്പുള്ള പ്രദേശങ്ങളിലൂടെ പോകുന്ന അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. ഹിൽസ് വാഷ് എന്ന പ്രദേശം കടന്ന് മലകയറ്റം തുടരുകയാണ്. ഇനി കുറേ നേരം മലകയറ്റമാണ്. ഇവിടെ മലയുടെ ഓരങ്ങളിൽ പല വ്യൂ പോയിന്റുകളുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ പൈൻ മരങ്ങൾ വളർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ കാണാം. ഇത്തവണത്തെ അമേരിക്കൻ യാത്രയിൽ ഇതുവരെ പൈൻ മരങ്ങൾ കണ്ടിരുന്നില്ല. തണുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് ഇവിടെ എങ്ങുമുള്ളത്. ഒരു മലയിടുക്ക് കടന്നപ്പോഴാണ് പ്രകൃതിയുടെ ഈ മാറ്റം കൺമുന്നിലേക്ക് എത്തിയതെന്നതാണ് കൗതുകകരമായ കാര്യം. സെഡോണയിൽ നിന്നും 2500 അടി ഉയരത്തിലേക്ക് കയറണം ഫ്ലാഗ്സ്റ്റാഫിലെത്താൻ. സമുദ്രനിരപ്പിൽ നിന്നും 6910 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണത്. ഓക്ക് ക്രീക്ക് വിസ്ത പോയിന്റ് എന്ന പ്രദേശത്താണ് ഇപ്പോൾ. സ്വിറ്റ്സർലൻഡിലേതുപോലെ പുൽമേടുകളും പൈൻമരക്കാടുകളും എല്ലാമുള്ള ഒരു പ്രദേശം. മല കയറി ഒരു സമതല പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. മെക്സിക്കൻ പോക്കറ്റ്, ജെയിംസ് കാനിയൻ തുടങ്ങിയ പ്രദേശങ്ങൾ ഇവിടെ അടുത്താണ്. അരിസോണ എന്ന മരുഭൂ സംസ്ഥാനത്തിന്റെ തികച്ചും വ്യത്യസ്തമായൊരു പ്രകൃതിയാണിത്. അരിസോണയിൽ ആരും പ്രതീക്ഷിക്കാത്ത കാഴ്ച തന്നെയാണിത്. യൂറോപ്യൻ നാടുകളിലൂടെയും സൈബീരിയയിലൂടെയും നടത്തിയ യാത്രകളെ ഈ കാഴ്ചകൾ ഓർമ്മിപ്പിക്കുന്നു. ജനവാസം തീരെ കുറഞ്ഞ പ്രദേശങ്ങൾ. കൊക്കോനിനോ നാഷണൽ ഫോറസ്റ്റിന്റെ ഭാഗം തന്നെയാണ് ഇവിടമെല്ലാം. വുഡി വാഷ് എന്നൊക്കെ പേരുള്ള പല സ്ഥലങ്ങൾ യാത്രയിൽ പിന്നിടുന്നുണ്ട്. ലിംബർഗ് സ്പ്രിംഗ്, ക്വാറി സിംഗ്, ഗ്രിഫിത്ത് സ്പ്രിംഗ്, ലാൻഡൻ സ്പ്രിംഗ്, ഇങ്ങനെ പല പ്രദേശങ്ങൾ. ധാരാളം അരുവികളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാമുണ്ട് ഈ മുകൾത്തട്ടിൽ.
മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പ്രകൃതി ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. അരിസോണയുടെ മരുഭൂമി കാഴ്ചകൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പച്ചപ്പിന്റെയും തണുപ്പിന്റെയും പ്രകൃതിയിലേക്ക് എത്തുന്നത്. ഫ്ലാഗ്സ്റ്റാഫ് എന്ന പട്ടണത്തിലേക്ക് അടുത്തു തുടങ്ങി എന്ന് സൂചന നൽകുന്നതാണ് പ്രകൃതിയിലെ ഈ മാറ്റം. കാർ ഫ്ലാഗ്സ്റ്റാഫിൽ എത്തുന്നതും കാത്ത് പ്രകൃതി ദൃശ്യങ്ങളിൽ മുഴുകി ഞങ്ങളിരിക്കുകയാണ്.